ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവനായി മുഹമ്മദ് യൂനുസ് തുടർന്നേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതേസമയം യൂനുസിന്റെ രാജ്യവാർത്തകൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നതിനിടയിലാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. നോബൽ സമ്മാന ജേതാവ് രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഉപദേഷ്ടാവ് ഇക്കാര്യം തള്ളി രംഗത്ത് വന്നതോടെ അദ്ദേഹം തുടരുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അദ്ദേഹം പോകുമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നതിൽ നമുക്ക് നിരവധി തടസ്സങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും അവയെ മറികടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ലാത്ത ഉപദേശക സമിതി യോഗത്തിന് ശേഷം ആസൂത്രണ ഉപദേഷ്ടാവ് വാഹിദുദ്ദീൻ മഹ്മൂദാണ് രാജിവാർത്തകൾ തള്ളിയത്. അദ്ദേഹം ഉറപ്പായും തുടരുമെന്ന് മഹ്മൂദ് പറയുകയായിരുന്നു. ഇടക്കാല സർക്കാരിലെ ഉപദേഷ്ടാക്കളിൽ ആരും എവിടേക്കും പോകുന്നില്ല എന്നും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം വളരെ പ്രധാനമാണെന്നും അവർക്ക് അവരുടെ കടമ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ബംഗ്ലാദേശിലെ ഉന്നത രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ യൂനുസ് നേരിട്ട് കാണാൻ പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും യൂനുസ് രാജ്യഭീഷണി മുഴക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഉപദേശക സമിതിയുടെ അപ്രതീക്ഷിത യോഗം ഇന്ന് ബംഗ്ലാദേശിൽ നടന്നത്. രാജ്യത്തെ ശക്തരായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി എന്നിവയുടെ നേതാക്കളുമായി യൂനുസ് കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ഷഹീഖുൽ ആലം വ്യക്തമാക്കിയിരുന്നു. എങ്കിലും ഈ തിടുക്കപ്പെട്ടുള്ള ചർച്ചകൾക്കുള്ള അജണ്ട എന്താണെന്ന് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ നടന്ന ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അധികാരമേറ്റ യൂനുസ് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ബംഗ്ലാദേശ് അവാമി ലീഗ് നേതാവ് ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടയാക്കിയാണ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരം ഏറ്റെടുത്തത്. അതിനിടെ ബംഗ്ലാദേശിൽ പലയിടത്തും വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധി അടുത്തിടെയാണ് കൂടുതൽ രൂക്ഷമായി മാറിയത്. പ്രതിപക്ഷ പാർട്ടികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തലസ്ഥാനമായ ധാക്കയിലെ തെരുവുകളിൽ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മുഹമ്മദ് യൂനുസ് രാജ്യഭീഷണി മുഴക്കിയിരിക്കുന്നത്. അധികാരം ഏറ്റെടുത്ത ശേഷം 2026 ജൂണോടെ ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് മുഹമ്മദ് യൂനുസ് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ കൃത്യമായ തീയതി നിശ്ചയിക്കണമെന്ന് BNP അനുകൂലികൾ അദ്ദേഹത്തോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അദ്ദേഹം രാജിവെക്കാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. യൂനുസ് വന്നതിന് ശേഷം ഇന്ത്യയുമായുള്ള ബന്ധം മോശമായിരുന്നു. അതിനാൽ തന്നെ ഇന്ത്യക്കാരും വിഷയം ഗൗരവമായാണ് നോക്കിക്കാണുന്നത്. ഡിസംബറോടെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സൈനിക മേധാവി ജനറൽ വക്കർ ഉസ്സമാൻ പറഞ്ഞതോടെ യൂനുസിന്റെ രാജ്യത്തെ സൈന്യവുമായുള്ള ബന്ധം വഷളായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് നിരന്തരം ഉയർന്ന സമ്മർദ്ദവും അതിനൊപ്പമുള്ള പ്രക്ഷോഭങ്ങളും സൈന്യത്തിന്റെ എതിർപ്പും യൂനുസിനെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങളാണ്. 2 ദിവസം മുൻപ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള നാഷണൽ സിറ്റിസൺ പാർട്ടി മന്ത്രിസഭയെയും നേതാക്കളെയും താൻ രാജിയെക്കുറിച്ച് ആലോചിക്കുകയാണെന്ന് യൂനുസ് പറഞ്ഞതായി സൂചനയുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ സ്ഥാനത്ത് തുടരുന്നത് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ അത്തരം നീക്കങ്ങൾ ഒന്നുമില്ല എന്നാണ് പുതിയ സാഹചര്യത്തിൽ വ്യക്തമാവുന്നത്. അതേസമയം നേരത്തെ പുറത്തു വന്ന വാർത്തകൾ ബംഗ്ലാദേശിൽ വീണ്ടും രാഷ്ട്രീയ പ്രതിസന്ധി എന്ന രീതിയിലായിരുന്നു. സൈനിക മേധാവി ജനറൽ വേക്കർ ഉസ്സമാനുമായുള്ള ഭിന്നതയ്ക്ക് പിന്നാലെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനുസ് രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നടത്തിയ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയായിരുന്നു യൂനുസിന്റെ ഇത്തരത്തിലുള്ളൊരു നീക്കം. അതേസമയം വിദ്യാർത്ഥി നേതാക്കൾ ധാക്കയിൽ പ്രതിഷേധിക്കാനും സൈനിക കന്റോൺമെന്റിലേക്ക് മാർച്ച് നടത്താൻ നീക്കമിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. യൂനുസിന്റെ രാജിയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ തിരഞ്ഞെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്ന സൈനിക മേധാവികൾക്കെതിരെ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള ഒരു തന്ത്രമായിട്ടായിരുന്നു കണക്കാക്കപ്പെടുന്നത്. യൂനുസിന്റെ രാജി അഭ്യൂഹങ്ങൾക്കിടെ നാഷണൽ സിറ്റിസൺ പാർട്ടി കൺവീനർ നഹീദ് ഇസ്ലാം വ്യാഴാഴ്ച വൈകുന്നേരം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ ജമുനയിൽ എത്തി യൂനുസിനെ കണ്ടിരുന്നു. അതേസമയം രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ തനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് മുഖ്യ യൂനുസ് ആശങ്ക പ്രകടിപ്പിച്ചതായി നഹീദ് ഇസ്ലാം പറയുന്നു. എന്നിരുന്നാലും രാജി പോലുള്ള വലിയ തീരുമാനം എടുക്കരുതെന്ന് യൂനുസിനോട് അഭ്യർത്ഥിച്ചതായി നഹീദ് ഇസ്ലാം കൂട്ടിച്ചേർത്തിരുന്നു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനുള്ളിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണ്. യൂനുസും ബംഗ്ലാദേശ് ആർമി ചീഫും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ പ്രകടമായി കൊണ്ടിരിക്കുകയാണെന്നത് ശ്രദ്ധേയമാണ്. നിർദ്ദിഷ്ട മാനുഷിക ഇടനാഴിയെ ചൊല്ലി മറ്റ് രാഷ്ട്രീയ ഗ്രൂപ്പുകൾക്കിടയിലും അതൃപ്തി ഉയർന്നു വരുന്നുണ്ട്. ഇത് രാജ്യത്തെ ഒരു പ്രധാന തർക്ക വിഷയമാണ്. ഇടക്കാല സർക്കാർ പ്രധാന തീരുമാനങ്ങളിൽ സൈന്യത്തെ മാറ്റി നിർത്തുകയാണെന്ന് ആർമി ചീഫ് ആരോപിക്കുന്നു. ശരിയായ കൂടിയാലോചന കൂടാതെ മറ്റു പല നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നാണ് സൈനിക മേധാവി പറയുന്നത്. തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു ഇടക്കാല സർക്കാരിന് ശക്തരായ ബാഹ്യ പങ്കാളികളുമായി ഇടപഴകാനും പൊതുജന അഭിപ്രായമില്ലാതെ പ്രധാന തീരുമാനങ്ങൾ എടുക്കാനും എങ്ങനെ കഴിയുമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജോലി സംവരണത്തിനെതിരെ വിദ്യാർത്ഥികൾ നയിച്ച പ്രക്ഷോഭം ഷെയ്ഖ് ഹസീന വിരുദ്ധ മുന്നേറ്റമായി മാറുകയായിരുന്നു.
ഇതിനെ തുടർന്ന് 2024 ഓഗസ്റ്റ് 5-ന് ഷെയ്ഖ് ഹസീന ധാക്കയിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതയാവുകയായിരുന്നു. പിന്നാലെയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവിന്റെ സ്ഥാനം നൊബേൽ ജേതാവായ മുഹമ്മദ് യൂനുസ് ഏറ്റെടുക്കുന്നത്. എന്നാൽ അതിനുശേഷവും രാജ്യത്ത് രാഷ്ട്രീയ അസ്ഥിരതയിൽ മാറ്റമുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ താൻ ബന്ദിയാക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാണ് യൂനുസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇടക്കാല സർക്കാരിനെതിരെ BNP നടത്തുന്ന ആദ്യത്തെ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ധാക്ക സൗത്ത് സിറ്റി കോർപ്പറേഷന്റെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിനു പുറമെ NCPയുമായി അടുപ്പമുള്ള യൂനുസ് മന്ത്രിസഭയിലെ 2 അംഗങ്ങളുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാന്റെയും രാജിക്ക് പാർട്ടി സമ്മർദ്ദം ചെലുത്തി. ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിനെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് വിലക്കിയിരിക്കുന്നതിനാൽ ബംഗ്ലാദേശിലെ മറ്റൊരു പ്രധാന പാർട്ടിയായ BNP തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം ഏറ്റെടുക്കാനുള്ള വ്യക്തമായ അവസരമായാണ് നിലവിലെ സാഹചര്യത്തെ കാണുന്നത്.